മാഹമ്മദാ ക്രൈസ്തവാശ്ച ജൈനാ ബൗദ്ധാസ്തഥേതരേ ഏകദാ പാദനായൈവ പ്രയതന്തേ നിരന്തരം. മാഹമ്മദാ ക്രൈസ്തവാഹ, മുഹമ്മദീയരും, മുഹമ്മദിൻ്റെ അനുയായികളാണ് മാഹമ്മദീയ. ക്രൈസ്തവാഹ, ക്രിസ്ത്യാനികളും, ജൈനാഹ ബൗദ്ധ, ജൈനരും ബൗദ്ധരും, തഥാ പ്രകാരം ഇതരേച, മറ്റുള്ള മതക്കാരും, ഏകതാ ആപാദനായ ഏവ, ഒന്നിനെ പ്രാപിക്കാൻ വേണ്ടി തന്നെ നിരന്തരം ഇടവിടാതെ പ്രയതന്തേ പ്രയത്നിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നു, മുസൽമാന്മാരും ക്രിസ്ത്യാനികളും ജൈനന്മാരും ബൗദ്ധന്മാരും എല്ലാവരും തന്നെ, മറ്റുള്ള മതക്കാരും എല്ലാ മതക്കാരും ഒന്നിനെ പ്രാപിക്കാൻ തന്നെ ശ്രമിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുമതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ശരിക്കും സ്വർഗസ്ഥനായ പിതാവിൻ്റെ അനുഗ്രഹം ലഭിക്കുക എന്നുള്ളതാണ് ക്രിസ്തുമതത്തിൻ്റെ ലക്ഷ്യം. സ്വർഗസ്ഥനായ പിതാവാണ് അവർക്ക് ദൈവമായിരിക്കുന്നത്. ഇസ്ലാം മതത്തിന് അല്ലാഹുവാണ് ദൈവമായിരിക്കുന്നത്. ജൂതമതത്തിന് യഹോവയാണ് ദൈവമായിരിക്കുന്നത്. ബുദ്ധമതത്തിൽ നിർവ്വാണമാണ് ലക്ഷ്യമായിരിക്കുന്നത്. ജൈനമതത്തിൽ കർമ്മശോഷണമാണ് ലക്ഷ്യമായിരിക്കുന്നത്, മുക്തിയാണ് ലക്ഷ്യമായിരിക്കുന്നത്. ഹിന്ദുമതത്തിലും മുക്തിയാണ് ലക്ഷ്യമായിരിക്കുന്നത്. അപ്പോൾ ഓരോ മതത്തിൻ്റെയും ലക്ഷ്യം നോക്കുമ്പോൾ ആ ലക്ഷ്യത്തിൽ മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ ശമനം ഉണ്ടാകുന്നുണ്ട്. മനുഷ്യൻ്റെ ദുഃഖത്തിൻ്റെ ശമനമാണ് എല്ലാ മതത്തിൻ്റെയും ലക്ഷ്യം. ഏതെങ്കിലും മതത്തിൽ മനുഷ്യൻ്റെ ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. ദുഃഖത്തിൻ്റെ ശമനത്തിലൂടെ മനുഷ്യന് ലഭ്യമാകുന്നത് നിരന്തരമായ നിത്യമായ ആനന്ദം തന്നെയാണ്, സുഖം തന്നെയാണ്. ഇപ്പം ലക്ഷ്യപരമായി നോക്കുമ്പോൾ എല്ലാ മതങ്ങളും ഏകമായ ഒന്നിനെ പ്രാപിക്കാൻ വേണ്ടി ഇടതടവില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനുഷ്യൻ്റെ ദുഃഖ നിർമ്മാർജ്ജനമാണ് മതത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ എല്ലാ മതങ്ങളും ഏകീകരിക്കുന്നുണ്ട് എന്ന് ഗുരു എടുത്തു പറയുന്നു. അപ്പോൾ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ കാണുന്ന മതസൗഹാർദ്ദങ്ങളെ പോലെ എല്ലാവരും കുറച്ച് വേദിയിൽ വന്നു നിന്ന് ഞങ്ങളുടെ മതം ഇന്നതാണ് എന്ന് വിളിച്ചു പറയുന്നതല്ല മതസൗഹാർദ്ദം. മതതത്വം മനസ്സിലാക്കിക്കൊണ്ട് മതവിദ്വേഷമൊന്നുമില്ലാതെ ഇവിടെ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് ഗുരു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏതെങ്കിലും മതത്തിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നുണ്ടെങ്കിൽ മറ്റ് മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ എടുത്ത് വായിച്ച് പഠിച്ച് ആ മതങ്ങളിലുള്ള സാരം മനസ്സിലാക്കിയിട്ട് ആ മതങ്ങളോട് വിദ്വേഷം പുലർത്താതെ ജീവിക്കണമെന്ന് ഗുരു നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുവിന് ഒരു മത അനുയായിയോടും പ്രത്യേക വിദ്വേഷം ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലും ഗുരു അവരോട് കയർത്ത് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരുമായിട്ട് നടത്തുന്ന സംഭാഷണങ്ങളെല്ലാം തന്നെ സ്നേഹപൂർവ്വം അവരോട് കുശല രൂപത്തിലാണ് സംഭാഷണം നടത്തിയിട്ടുള്ളത്. അവർക്കതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഒരു സോദരഭാവം, അതോടുകൂടി അവർക്ക് ആ സ്നേഹത്തിൻ്റെ ഒരു പരിസരം ഗുരു കൊടുത്തിരുന്നു. അത് ക്രിസ്തുമതത്തിലെ പാതിരിമാർ വന്നിട്ട് പോലും അത് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളും ഗുരുവിൻ്റെ യഥാർത്ഥ ഒരു അനുയായിയോ ശിഷ്യനോ ആണെങ്കിൽ നമുക്ക് മതവിദ്വേഷം പാടില്ല. കാര്യം നമ്മുടെ ചുറ്റുപാടുകളിൽ പലപ്പോഴും മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മതവിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള നിരവധി ഇൻഫോർമേഷനുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, അറിവുകൾ. പത്രങ്ങളിലൂടെയും നമ്മൾ സമ്പർക്കപ്പെടുന്ന സമൂഹത്തിലും അതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. മതവിദ്വേഷം വളർത്തുന്നതിലൂടെ ചിലപ്പോൾ ചില സംഘടനകൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നു. അതെല്ലാം ബാഹ്യതലത്തിൽ നടത്തുന്ന പ്രേരണകളും പ്രചോദനങ്ങളുമാണ്. അതിൻ്റെ പിന്നിലെല്ലാം നമ്മളുടെ വ്യക്തിത്വം ശുഷ്കവും ശോഷിതവുമായിട്ട് തീരുന്നുണ്ട്. നമ്മൾ നമ്മളുടെ മതത്തെ കൂടുതൽ സ്നേഹിക്കുകയും വേറെ മതത്തെ നിന്ദിക്കുകയും ചെയ്യുന്നു. ഗുരു ഒരിക്കലും അത്തരം ചിന്തകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഒരു മതം അന്യനു നിന്ദ്യം, ഒന്നിലോതും കരു അപരന്റെ കണക്കിനൂനമാകും, ധരയിൽ ഇതിൻ്റെ രഹസ്യം ഒന്നുതാനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം എന്നാണ് ഗുരു പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ നമ്മളുടേതല്ലാത്ത മതത്തെ നിന്ദിക്കും, നമ്മുടെ മതം ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടിരിക്കുകയും ചെയ്യും. അത് ഹിന്ദു മാത്രമല്ല ചെയ്യുന്നത്, ക്രിസ്ത്യാനിയും മുസൽമാനും ഇതെല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ
മതത്തിൻ്റെ സങ്കുചിതമായ സത്രങ്ങളിലേക്ക് ചുരുണ്ടുകൂടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മതവിദ്വേഷം എല്ലാ കാലഘട്ടത്തിലും നിലനിന്ന് പോകുന്നത് അതുകൊണ്ടാണ്. ഗുരുവിനെ പോലുള്ള ഒരു മഹാത്മാവ് ഈ ലോകത്ത് വന്ന് മതവിദ്വേഷം പാടില്ല, നിങ്ങളുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് നിങ്ങൾ നല്ലതിനെ സ്വാംശീകരിച്ചു, ഹിന്ദുമതത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ അതിലെ ഏറ്റവും നല്ലതിനെ നിങ്ങൾ സ്വാംശീകരിച്ചിട്ട് മറ്റെല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ പോരുന്ന ഒരു ഹൃദയവിസ്തൃതി ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ പൈതൃകം, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ അതിവിപുലമാണ്. നിങ്ങളത് പരിശോധിച്ചാൽ അറിയാം. ഉപനിഷത്തിനെ പോലെയുള്ള മഹാത്മ്യമുള്ള ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ ഒരു തരത്തിലും മറ്റ് വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്നതല്ല. ഏകം സത് എന്നാണ് അതിൻ്റെ ഉള്ളിൽ എപ്പോഴും അനുരണനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശബ്ദം. സത്യമൊന്നേ ഉള്ളൂ എന്നുള്ളതാണ്. ആ ഒന്നേയുള്ളൂ എന്നുള്ള സത്യത്തെയാണ് ഗുരുദേവന്റെ കൃതികളിലൂടെ നമുക്ക് പകർന്നു തരുന്നത്. ആ മഹാഗുരുവിനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആ മഹാഗുരുവിൻ്റെ ദർശനം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നാണ് അർത്ഥം. ഈ ശ്രീനാരായണ ധർമ്മം അതിനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ്. നാം പരമാവധി നമ്മുടെ കാഴ്ചപ്പാടിനെ ഗുരുവിൻ്റെ ദാർശനിക മണ്ഡലത്തിലേക്ക് മോൾഡ് ചെയ്തെടുക്കണം. ഈ മോൾഡിങ് അല്പം ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും പിന്നീട് നമുക്ക് അനായാസമായിട്ട് തീരുന്നതായിരിക്കും.